എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റീബുക്ക് എഡ്യൂക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം. ഓക്കെ, അപ്പോൾ കൃത്യം 7:30 എല്ലാ മക്കളും വന്നതിന് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് ഒരു താങ്ക്സ് പറയാനാണ്. കാരണം കറക്റ്റ് 7:30 നിങ്ങൾ വന്നല്ലോ എൻ്റെ മക്കൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു മെഗാ ലൈവാണ് വെച്ചിരിക്കുന്നത്. ഒരു മെഗാ ലൈവ് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയുടെ ബേസാണ്. ഹിന്ദിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 9, 10 ആവശ്യമുള്ള ഹിന്ദിയുടെ ബേസാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ക്ലാസ്സിനുമുള്ള ക്ലാസ് വീഡിയോ എടുക്കാതെ ഒറ്റ ലൈവിൽ 3 ക്ലാസ്സുകൾക്കും വേണ്ടിയുള്ള ഒരു ലൈവാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു റീബുക്ക് എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അഖിൽ, ഞാൻ ഹിന്ദിയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പിടാം. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ഒപ്പ്. പിന്നെ എന്നെ AK സാറെന്ന് വിളിക്കാറുണ്ട് ചിലവർ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ AK സാറെന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് 14-ാം തീയതിയാണ്. നാളെ അപ്പോൾ 15-ാം തീയതി വിഷുവാണ്. നാളെ വിഷുവാണ്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഹാപ്പി വിഷു പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഷു ആശംസകളോടെ നമ്മൾ നമ്മുടെ ഹിന്ദിയുടെ ബേസ് തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, ഈ ഒരു ചാനൽ. ഇനി ബേസിക് ഓഫ് ഹിന്ദി. എന്താണ് ഹിന്ദിയുടെ ബേസിക്? ഹിന്ദിയുടെ ഫസ്റ്റ് ബേസിക്കാണ് അതിലെ അക്ഷരങ്ങൾ. ഹിന്ദിയിലെ അക്ഷരങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ അക്ഷരങ്ങളുണ്ട്. അതിലെ അക്ഷരത്തിൻ്റെ ഇതിന് നമ്മൾ അക്ഷരമാല എന്ന് പറയും. അക്ഷരകലവറയാണ് അക്ഷരമാല എന്ന് നമ്മൾ പറയും അല്ലേ? അക്ഷരത്തിൻ്റെ കലവറയാണ് അക്ഷരമാല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദിയിലും ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഹിന്ദിയിൽ ഇങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുന്നത്. ആദ്യം ചിഹ്നമാണ്. ഇത് ഈയുടെ ചിഹ്നമാണ്. ഇത് ഹായാണ്. ഇത് പലർക്കും അറിയാം. ഇത് ദായാണ്. ഇത് ഈയുടെ ചിഹ്നമാണ്. ഇത് പിന്നെ കുത്ത്. എല്ലാം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഇതേപോലെയാണ്. ഹിന്ദിയിൽ നമ്മൾ ഇങ്ങനെ എഴുതും. പക്ഷേ ഹിന്ദിയിൽ എങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഹിന്ദിയിലൊക്കെ എഴുതാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഇടും. അല്ലേ? സെറ്റാണോ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഹിന്ദിയിലും നമുക്ക് ഇതിലേപോലെ അക്ഷരങ്ങളുണ്ട്. ഹിന്ദിയിലെ അക്ഷരങ്ങളെ പറയുന്നതാണ് വർണ്ണ. ഹിന്ദിയിലെ അക്ഷരങ്ങളെ പറയുന്നതാണ് വർണ്ണ. അപ്പോൾ ഹിന്ദിയിൽ അക്ഷരമാലയുണ്ട്. ഹിന്ദിക്കും അക്ഷരമാലയുണ്ട്. അപ്പോൾ അതിനെ പറയുന്നതാണ് വർണ്ണമാല. അക്ഷരമാലയെ ഹിന്ദിയിൽ പറയുന്നതാണ് എന്ത്? വർണ്ണമാല. സെറ്റാണോ? നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? മലയാളത്തിലെ പോലെ നമുക്കും അക്ഷരങ്ങളുണ്ട്. അതിൽ ഹിന്ദിയിൽ പറയുന്ന അക്ഷരങ്ങളെ ഹിന്ദിയിൽ പറയുന്ന വർണ്ണം എന്നാണ്. അതിൻ്റെ കൂടെ അക്ഷരമാലകളുണ്ട്. അക്ഷരമാലയെ നമ്മൾ പറയുന്നത് വർണ്ണമാല. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണമാണെങ്കിൽ അക്ഷരമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണമാല. അത്ര നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി വർണ്ണമാലയിൽ 3 ടൈപ്പ് വർണ്ണങ്ങളാണുള്ളത്. 3 ടൈപ്പ് ഏതൊക്കെയാണ്? ആദ്യത്തെ എന്താണ്? സ്വരവർണ്ണം അഥവാ സ്വരാക്ഷരങ്ങൾ. ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ 13 എണ്ണമാണ്. ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ
13 ഉള്ളത്. രണ്ടാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഞ്ജന വർണ്ണങ്ങൾ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ ആണോ? തെറ്റാണോ? ഓക്കെ അല്ലേ? അടുത്തത് മൂന്നാമത്തെ ലാസ്റ്റത്തെ ചില്ലക്ഷരമാണ്. ഓക്കെ, അപ്പോൾ വ്യഞ്ജനാക്ഷരം 33 വേഴ്സാണുള്ളത്. ഓക്കെ, സംയുക്ത വ്യഞ്ജനം അഥവാ ചില്ലക്ഷരങ്ങൾ 4 കേട്ടോ. സംയുക്ത വ്യഞ്ജനം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒരെണ്ണം സ്വരാക്ഷരങ്ങളും പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളും ഹിന്ദി വർണ്ണമാലയിൽ. ഇതിൽ ഈ ലാസ്റ്റത്തെ ഈ ഷായും ത്രായും ഇതിനകത്തുള്ള അല്ലാത്ത ഷായും ത്രായും ചില്ലക്ഷരങ്ങളിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വരവർണ്ണങ്ങൾ പഠിക്കാം. നമുക്ക് എന്ത് പഠിക്കാം? സ്വരവർണ്ണങ്ങൾ പഠിക്കാം അഥവാ സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സ്വരാക്ഷരങ്ങൾ പഠിക്കാം. സ്വരാക്ഷരങ്ങളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ പോലെ തന്നെയാണ് ഇതിലെ സ്വരാക്ഷരങ്ങൾ. ഓക്കെ, മലയാളത്തിലെ പോലെ തന്നെയാണ് ഇതിലെ സ്വരാക്ഷരങ്ങൾ. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റത്തത് ഇതിൻ്റെ ഉച്ചാരണം വരുന്നത് ആ എന്നാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഹിന്ദിയിൽ ആ എന്ന് എഴുതണമെന്ന് മനസ്സിലായല്ലോ. അടുത്തതാണ് ആ. നമ്മൾ മലയാളത്തിൽ എഴുതണ പോലെ തന്നെ ആ. ഇത് ഈ. ഇങ്ങനെ എഴുതണത് ഈ. ഇങ്ങനെ എഴുതിയിട്ട് മേളിലൊരു കൊമ്പ് പോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? ഈ. ഓക്കെയാണോ? സെറ്റല്ലേ? ഈ. അടുത്തത് ഈ 3 ഇട്ടിട്ട് മേളിലൊരു വര വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണത്? ഊ. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഒരു വര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? ഊ. ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു ലെറ്ററും കൂടി ഉണ്ട്, ഞാൻ എഴുതാൻ മറന്നു. ഒരെണ്ണം കൂടി ഉണ്ട്, അത് എഴുതാൻ മറന്നു. ഓക്കെ, ഇതിനെ ഋ എന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെ പറയുന്നത്? ഋ എന്നാണ് പറയുന്നത്. സെറ്റാണോ? അത് സെറ്റാണോ? ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കുക. ഇതിനെ നമ്മൾ എ എന്ന് പറയും. അതിനെ റ് കഴിഞ്ഞിട്ട് പിന്നെ എ ആണല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ എഴുതിയിട്ട് മേളിലൊരു വര വന്നു കഴിഞ്ഞാൽ പലരും പറയാ ഇത് എ എന്ന ഇതാ. ഇത് എ എന്നാണ്. എ ആണോ? ഹിന്ദി അക്ഷരങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇതിനെ എ എന്നല്ല പറയുന്നത്, ഐ എന്നാണ് പറയുന്നത്. എ എന്നല്ല പറയുന്നത്, ഐ എന്നാണ്. അടുത്തത് ആയുടെ ഇത് വന്നിട്ട് ഒരു ടീ, ഒരു ആ പോലെ വന്നിട്ട് ഒരു ടീയുടെ മേലൊരു കൊമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ടീ ഇട്ടിട്ട് ഒരു കൊമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ഓയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ 2 കൊമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയാണ്. ആണ് പറയുന്നത്. പക്ഷേ ഇത് ഓയല്ല, ഇത് ഓയല്ല.
ഇതിനെ ഔ എന്നാണ് പറയുന്നത്. ഇതിനെ ഔ എന്ന് പറയും. ഇതിനെ പിന്നെ നമ്മൾ അറിയാം, ഇതിനെ എന്ന് പറയും. ഓക്കെ, പലർക്കും ഇതറിയായിരിക്കും, പലർക്കും ഈ അക്ഷരങ്ങൾ അറിയായിരിക്കും, പക്ഷേ എന്താണ് വായിക്കാൻ അറിയില്ല. അതെന്നോട് പലരും പറയാറുള്ളതാണ്. കാരണം എനിക്ക് ഈ അക്ഷരങ്ങളൊക്കെ ഫുള്ളറിയാം, പക്ഷേ എനിക്ക് വായിക്കാനറിയില്ല. അതെന്താ? നിങ്ങൾ അക്ഷരം എഴുതാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് റീഡ് ചെയ്ത് പഠിക്കാൻ കൂടി നോക്കുക. അഥവാ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ അങ്ങനെയല്ലേ, എ ഐ ഓ ഔ അ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ ഇങ്ങനെ മാക്സിമം നോക്കുക. ഓക്കെ അല്ലേ? സെറ്റാണെങ്കിൽ നമ്മൾ അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് പോവുകയാണ്. വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക്. ഓക്കെ ഒരു മിനിറ്റ്. പേന ഓക്കെ. വ്യഞ്ജനാക്ഷരങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഓക്കെ. ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ക എന്നാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് എന്തായിരിക്കും? ഗ എന്നായിരിക്കും. ഇതിനെ പറയുന്നത് ഗ. അപ്പോൾ ഖായ് ഖ ങ. ഇവിടെ എന്ത് വരും? ചായ് ഞ. അടുത്തെന്തായാലും ഹായ് ഠ ഓക്കെ. ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എങ്ങനെയാണ് എഴുതുന്നത്? ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പിന്നെ വേണമെങ്കിൽ താഴെ ഒരു കുത്തു അങ്ങനെ എഴുതാം, താഴെ ഒരു കുത്തു ഇട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് പായ് ഭ ബായ് ഭ മ. ഇതെന്താണ്? അടുത്തെന്താണ്? യാര ല വ വായ് വ ഷ സ ഹ. അങ്ങനെ 33 അക്ഷരങ്ങളാണ് എന്തിൽ വരുന്നത്? വ്യഞ്ജനാക്ഷരത്തിൽ നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ എങ്ങനെ സാറേ 33 അക്ഷരങ്ങൾ വന്നത് സാർ എന്നെ നോക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഒരു വരിയിൽ 5 അക്ഷരങ്ങളാണെന്ന് വെച്ചാൽ മതി. 1 2 3 4 5 6. ഓക്കെ, ഇതിൽ ഈ ഷായും ത്രായും ഇല്ല. ഓക്കെ, ഷായും ത്രായും ഇല്ല. ഷായും ത്രായും ഇതിലില്ല. ഓക്കെ, എന്നിട്ട് തന്നെ നോക്കിക്കേ, ഒരു ഇതിൽ 5 എണ്ണമാണ്. 1 2 3 4 5 6. അപ്പോൾ 6 × 5 30.
6 × 5 30 +3 കാരണം ഈ 3 കൂടി കൂട്ടണം. കൂട്ടുമ്പോൾ കറക്റ്റ് 33 അല്ലേ. സെറ്റെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്. സംയുക്ത വ്യഞ്ജനങ്ങൾ അഥവാ ചില്ലക്ഷരങ്ങൾ. ഇതിലാകെ നമുക്ക് 4 പഠിക്കാൻ. ഇതുകൊണ്ട് ഭയങ്കര എളുപ്പമാണെന്നൊന്നും വിചാരിക്കേണ്ട. എഴുതാൻ കുറച്ച് പാടാണ്. കാരണം ഇങ്ങനെയൊക്കെ എഴുതണം. എനിക്ക് ആരെ എഴുതണം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, അതിന് താഴെ ഒരു വര ഇടുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. ഇതൊക്കെ ആരെ എഴുതാനോ അല്ലേ? ചുമ്മാ പറഞ്ഞാട്ടെ. ഇതൊക്കെ നമുക്ക് എഴുതാൻ ഭയങ്കര ഈസിയുള്ളതാണ്, ഈ ചില്ലക്ഷരങ്ങൾ. ആദ്യം ഷ എന്നുള്ളത് ക + ഷായാണ് ഷ എന്ന് പറയുന്നത്, അഥവാ കക്ഷ എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾ. ഓക്കെ. ഇനി ത്ര. മലയാളത്തിൽ എങ്ങനെ ത്ര എഴുതണം? ഇങ്ങനെയാണ് ത്ര. യക്ഷ എങ്ങനെ എഴുതണം? ഇങ്ങനെയാണ് ഷ. ഈ അക്ഷരത്തിലും ഉണ്ട് ഈ സാധനം കേട്ടോ. ഇനി അത് ത + രായാണ്, അത് പത്രം എന്നൊക്കെയാണ്. ഇനി ഞാൻ എങ്ങനെയാണ്? ജ + ഞായാണ്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ്. അതൊക്കെയാണത്. ഓക്കെ. ഇനി ശ്രീ ഓക്കെ. ശ്രീ എന്ന് പറഞ്ഞാൽ ഷ + രായാണ്, അഥവാ ശ്രീമാൻ. അതിനെ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ ആണോ? സെറ്റാണെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ചിരിക്കണ ഇമോജി ഇട്ട്. ഞാൻ പിന്നെയും പറയാണ്, ഇതൊരു മെഗാ ലൈവാണ്. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പറയുക. നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പുതിയ ചാനലിൽ 8-നും 9-നും 10-നും കൂടി ഒരു മെഗാ ലൈവ് നടക്കുന്നുണ്ട്. അത് ഹിന്ദിയുടെയാണ്. പെട്ടെന്ന് വരാൻ പറയാം. നമ്മളിത് 2 അക്ഷരങ്ങളുടെ കാര്യം പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്താണ് പഠിച്ചത്? ഇനി അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്സ് ഓഫ് എന്താണെന്ന് പഠിച്ചു. അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? നമ്മൾ മലയാളത്തിൽ അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദിയിലെ അക്ഷരങ്ങളെ നമ്മൾ വർണ്ണം എന്നാണ് പറയുന്നത്. മലയാളത്തിലെ അക്ഷരമാലയെ നമ്മൾ എന്താണ് പറയുന്നത്? വർണ്ണമാല. ഓക്കെ. ഇതിലെല്ലാം അവനെ ഞങ്ങളുടെ കണ്ണിലേക്കൊന്നും ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് ലോകത്തിന് ഏറ്റവും ഒരു ശിക്ഷയായിരിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ അത് നീ ചെയ്യുക. എങ്ങനെയെങ്കിലും ഉടനെ ശാന്തിക്ക് പോകണം വരെ എന്താ അയാളല്ലേ ഞാൻ പറഞ്ഞു. അച്ഛൻ എന്റെ വാപ്പ മൈത്തന്നെ എഴുതുള്ളൂ. എന്റെ അച്ഛൻ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് വർണ്ണങ്ങളുണ്ട്. അപ്പോൾ ഇതിലെ വർണ്ണമാണ്. ഇനി വർണ്ണമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമാലയാണ് നമ്മൾ പഠിച്ചു. അതിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ഒന്നാമത്തത് സ്വരാക്ഷരങ്ങൾ. അതിൽ 13 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചു. ഓക്കെ. രണ്ടാമത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ. അതിൽ 33 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് സംയുക്ത വ്യഞ്ജനം അഥവാ ചില്ലക്ഷരങ്ങൾ. അതിൽ നമ്മൾ 4 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് 2 എണ്ണമാണ് സ്വരവർണ്ണം, വ്യഞ്ജനവർണ്ണം. ഇതിൽ സ്വരവർണ്ണത്തിൽ നമ്മൾ മലയാളത്തിലെ പോലെ തന്നെ 2 ഇതിലാണ് മാറ്റമുള്ളൂ. മലയാളത്തിൽ 15 എണ്ണമാണെങ്കിൽ ഇതിൽ 13 എണ്ണം, 2 എണ്ണം മാറ്റി കൊടുത്തു. ഓക്കെ. എന്ന് പറഞ്ഞാൽ ആ ഇ ഈ ഉ ഋ എ ഐ ഓ ഔ അം അ എന്ന് നമ്മൾ പഠിച്ചു.
ഇനി വ്യഞ്ജനാക്ഷരത്തിലേക്ക് വരുമ്പോൾ 33 ഉണ്ട്. മലയാളത്തിൽ വരുമ്പോൾ 36 എന്തൊക്കെയാണ് തന്നെ ള ഴ റ എന്നീ 3 കൂടിയും കൂട്ടി 36 ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൽ 33 ഉള്ളൂ, ഹ വരെ ഉള്ളൂ. ഇതിലേതൊക്കെയാണ് കായ്ക്ക കായ്ക്കങ്ങ, ചായച്ച ചായച്ചങ്ങ, ടായ്ക്ക കായ്ക്കണ, പായ്പ പായ്പമ, തായ്ക്ക കായ്ക്കുന്ന, പായ്പ പായ്പമ, യാ രാ ലാ വാ ഷ സ ഷ സ ഹ. ഇങ്ങനെയാണ് അക്ഷരങ്ങളുടെ പോക്ക്. പിന്നെ 4 അക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങളിൽ നിന്നാണ്. അത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഷ ഷ ത്ര ഞ്യ സ്ര എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഇത്രയാണ്. സെറ്റാണെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോവുകയാണ്. ഒരു 21 മിനിറ്റായി. നമുക്കിനി കുറച്ചേരം കൂടെ ഉള്ളൂ. ഈ മാത്രകളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എടുത്തു കേട്ടോ. കാരണം ഇതൊരു ബേസിക് ക്ലാസ്സാണ്. കുറച്ചേ നമ്മൾ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബേസിക് ക്ലാസ്സാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ട്. അത് ഗ്രാമേഴ്സ് ആയിരിക്കും. ഗ്രാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും എൻ്റെ അത് കൂടുതലും പറയാം. ഗ്രാമേഴ്സിൽ നമ്മൾ കൂടുതലും പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ പറ. ഗ്രാമേഴ്സിൽ നമ്മൾ കൂടുതലും 10ന് വേണ്ട ഗ്രാമറായിരിക്കും നമ്മൾ 10ൻ്റെ ബേസിൽ പറയുക. അപ്പോൾ 9ാം ക്ലാസ്സുകാർക്ക് ആവശ്യമില്ല. ഓക്കെ, 8നും അത് ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പറയുന്നത് 9ന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അത് 10ാം ക്ലാസ്സിന് കുറച്ചൊക്കെ അത് ആവശ്യമുണ്ടെങ്കിലും മുഴുവനായിട്ട് ആവശ്യമില്ല. അത് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ലൈവിൽ പറയും. അപ്പോൾ അത് 10ന് ആവശ്യമില്ല. 8നാണെങ്കിൽ അതിപ്പോൾ ആവശ്യമില്ല, അത് 9ലെ ആവശ്യമില്ല. ഇനി 8ാം ക്ലാസ്സിൻ്റെ ബേസ് ആണെങ്കിൽ അത് 10നും ആവശ്യമില്ല, 9നും ആവശ്യമില്ല. കാരണം ആ ബേസൊക്കെ നമ്മൾ ആ ഒരു ഗ്രാമറിൻ്റെ ഇത് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് 10ലെ കുറേ പഠിക്കാനുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് വേണം? 8ലും 9ലും 10ലും ആവശ്യമുള്ളൊരു മെഗാ ലൈവാണ്. മനസ്സിലായില്ല അല്ലേ? അത് മനസ്സിലാവില്ല ശരിക്കും. 10ാം ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് പോലും നമുക്ക് തലയിൽ കയറില്ല. അഥവാ അങ്ങനെ ഇരിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സാണ്. ഹിന്ദിയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ കാണണം. നിങ്ങളുടെ തലയിൽ കറങ്ങി ഏതൊക്കെ സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലായോ? ഓക്കെ, ഹിന്ദി പോട്ടെ. നമുക്ക് സോഷ്യലിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം എന്ന് പറഞ്ഞത് ഇതാണ്. അയ്യോ, അത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ തലച്ചോറ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മാത്രയിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, മാത്ര എന്ന് പറഞ്ഞ ചിഹ്നങ്ങളാണ്. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് മലയാള അക്ഷരങ്ങളിലെ ചിഹ്നങ്ങൾ നോക്കാം. ഓക്കെ, മലയാള അക്ഷരങ്ങളിലെ ചിഹ്നങ്ങൾ നോക്കാം. ഓക്കെ. മലയാള അക്ഷരങ്ങളിലെ ചിഹ്നങ്ങൾ. ഈ മലയാളം ഫുള്ളായിട്ട് വന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാള അക്ഷരങ്ങളിൽ ആദ്യം വന്ന അക്ഷരമാണോ ആയ്ക്ക് ചിഹ്നമില്ല. ഞാൻ ആദ്യമേ പറയാണ്, ആയ്ക്ക് ചിഹ്നമില്ല. അതേപോലെ തന്നെ നമുക്കും എന്ന അക്ഷരത്തിന് എന്തില്ല? ചിഹ്നമില്ല. ഇവിടെ പറയുന്നുണ്ട് കിസ്കി കോയി മാത്ര നെഹി ഹോത്തി. ഒരു തരത്തിലുള്ള ചിഹ്നങ്ങളും ഈ ഒരു ഇതിനില്ല. ഓക്കെ, അപ്പോൾ ആയ്ക്ക് ഇവിടെ ചിഹ്നമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലും ചിഹ്നമില്ല. ഓക്കെ ആണ്? സെറ്റാണ്? ഓക്കെ അല്ലേ? രാത്രി ഏറെയായിട്ട് അവൻ താൻ തിരിച്ചെത്തിയിട്ട്
Ya sekali. ഇനി നമുക്ക് ആ എന്നൊരു ഇതാണ്. അതിൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിഹ്നമാണ് വന്നത് അല്ലേ? മലയാളം നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്തത് ഈ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വള്ളിയാണ്. ഈ വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കുനുപ്പ് വള്ളിയാണ്. അതായത് ഇങ്ങനെ ഒരു കുനുപ്പ് ഇങ്ങനെ കൊടുത്തിരിക്കും. അടുത്തത് ഊവിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഊവാണ് വരുന്നത്. ഊവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുനിപ്പിക്കും. സെറ്റല്ലേ? ഓക്കെ. ഇനി ഇവിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചുറ്റിപ്പറ്റി വള്ളിയൊക്കെയാണ് വരുന്നത്. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ആണുള്ളത്. എയിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ശരി, അത് എയുടെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എക്കാണ് ഇങ്ങനെ. ഓക്കെ. ഇനി ഐക്കാണെങ്കിലോ, ഐക്ക് നമ്മളെങ്ങനെ കൊടുക്കും? ഇതിങ്ങനെ കൊടുക്കും. ഇത് ഭയങ്കര ഈസിയാണ്. ഇതെടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി അല്ലേ? നമ്മൾ മലയാളം പഠിക്കാൻ വന്നല്ല, ഹിന്ദി പഠിക്കാൻ വന്നാണെങ്കിലും നമ്മൾ മലയാളം കൂടി പറഞ്ഞിരിക്കണം. കാരണം നമ്മുടെ മാതൃഭാഷ മലയാളം. ഇപ്പോൾ പലരും ചോദിക്കണം, സാറ് മലയാളമല്ലല്ലോ ഹിന്ദിയല്ലേ പഠിക്കണം, പിന്നെ ഹിന്ദി പഠിപ്പിച്ചാൽ പോരാ, അവർക്ക് ആ മലയാളത്തിനെ ഇതിൻ്റെ അകത്തേക്ക് കഴിച്ചറിയണം. മകളെ, നമ്മുടെ മാതൃഭാഷ മലയാളം. ഓക്കെ, മാതൃഭാഷ മലയാളമാണ്. പക്ഷേ നമുക്ക് മറ്റ് ഭാഷകളും അറിയാം. അപ്പോ കണ്ണന് മാത്രമേ ഇനി അത് എടുക്കാൻ പറ്റൂ അല്ലെ? എടുക്കാൻ ഏറ്റവും സേഫായിട്ട് തന്നെ അത് നിയന്ത്രിച്ചു അല്ലേടാ സ്വാമി? ഓക്കെ, അപ്പോൾ മലയാളമാണ് പറയണത്. നമുക്കത് പിന്നെ പറയാം, കാരണം നമുക്കിപ്പോൾ സമയമില്ല, നമുക്കിത് പെട്ടെന്ന് തീർക്കണം. കുറച്ച് കാര്യം നിങ്ങളോട് ഇനി പറയാനുണ്ട്, അടുത്ത ഇതിലേക്ക് പറയാം. എന്തായാലും ഈ ഒരു വീഡിയോ തന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഏത് അക്ഷരം തന്നെ? ഓയാണ്. ഓയിലേക്ക് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് വന്നത്? ഓ, ഇങ്ങനെയാണ് വന്നത്. ഈ നടുക്ക് ചിലപ്പോൾ കായായിരിക്കും, എന്നാൽ കോയാവും.
തായാണെങ്കിൽ തോയാവും, പിന്നെ ഡായാണെങ്കിൽ ഡോയാവും, പിന്നെ ഏതുള്ള ചായാണെങ്കിൽ ചോയാവും. അങ്ങനെയാണ്. ഓക്കെ, അപ്പം നടുക്ക് ഏത് ഇത് വേണമെങ്കിലും ഇടാം. ഇനി ഓ എന്ന ഇത് വരികയാണെങ്കിൽ നമ്മൾ ഏ എന്നുള്ളൊരിതിൻ്റെ ഇത് ഇത് ഇവിടെ കാവനെങ്കിൽ കോയാവും, തായാണെങ്കിൽ തോയെന്നാവും, ചായാണെങ്കിൽ ചോ എന്നാവും, പിന്നെ ടായാണെങ്കിൽ ഠോ എന്നാവും. ഒരു ഖനം ഉണ്ടാവും, ഖനം. മനസ്സിലായല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ അടുത്ത് പറഞ്ഞോളൂ. അമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിതുള്ള ഒരു കുനിപ്പ്. ആ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം. ഓക്കെ, ഇതാണ് മലയാളത്തിലെ നമ്മൾ മാത്രകൾ എന്ന് പറയുക. മാത്രകൾ, മലയാളത്തിലെ മാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതൊക്കെയാണ് മലയാളത്തിലെ മാത്രകൾ അഥവാ മലയാളത്തിലെ ചിഹ്നങ്ങൾ എന്നും പറയും. ഓക്കെ, ഹിന്ദിയിലെ ചിഹ്നങ്ങൾ പഠിക്കാൻ വേറൊരു രീതിയും കൂടി. അപ്പോൾ നമ്മൾ മലയാളത്തിലെ ഹിന്ദിയിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള അക്ഷരം എഴുതും, ആദ്യം ഹിന്ദി അക്ഷരങ്ങൾ എഴുതും, അതിൻ്റെ അപ്പുറത്ത് മലയാള അക്ഷരം എഴുതും, പിന്നെ ഹിന്ദിയിലെ ചിഹ്നങ്ങൾ എഴുതും. അങ്ങനെ ഒന്ന് എഴുതും. ഓക്കെ, ഓക്കെ ആണോ? നടുക്ക് പോയിട്ട് നമ്മൾ ആദ്യം മാത്ര എന്ന് ഹെഡിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് ആയാണ്. ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അതിനെന്തില്ല, എന്തില്ല, നമുക്ക് ചിഹ്നങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ആയ്ക്ക് ചിഹ്നമുണ്ട്, ഒരു ടീ പോലെയാണ്, ഒരു ടീ പോലെയാണ്. ഇതിന് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ, ഇത്രയും ഭാഗം ആയുടെ അതിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇത്ര ഈ ടീ പോലെ ഇരിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചിഹ്നമായി. ഇനി നമ്മൾ ഈ എന്നുള്ള ഒരു ഇത് എടുക്കുക. ഈ എന്നുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങടാണ് വള്ളി? ഇങ്ങോട്ട് വള്ളി ഇടും. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്തത്. അഥവാ ഒരു വരയിട്ടിട്ട് ഇങ്ങോട്ട് ഒരു വള്ളി ഇടും. ഓക്കെ, അടുത്തത് ഇനി ഈ എന്നാണെങ്കിൽ ഇങ്ങനെ വരും. ഇതിനൊരു ഇത് പറയാം. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ, ഈ എന്ന് എഴുതണം. ഇതിനെ ഈ എന്നാണ് എഴുതുന്നത്. ഇങ്ങനെ വരുന്നതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരിക്കലും ഈ കൊമ്പിൻ്റെ ദിശയിൽ, എന്താണ് ഈ കൊമ്പിൻ്റെ ദിശയിൽ ഒരിക്കലും ഇത് വരില്ല. ഈ കൊമ്പിൻ്റെ ദിശയിൽ ഒരിക്കലും ഇതിൻ്റെ ചിഹ്നമായിട്ട് ഇത് വരില്ല. ഓക്കെ, ഈ കൊമ്പിൻ്റെ ദിശയിൽ ഒരിക്കലും ഈ വള്ളി വരില്ല. ഈ കൊമ്പിൻ്റെ ദിശ ഇങ്ങടാണെങ്കിൽ ഈ വള്ളി എപ്പോഴും ഇങ്ങടെ വരുള്ളൂ. ഞാനത് പണ്ട് ഓർത്ത് വെച്ചിരുന്നതാണ്. ഞാൻ LKG മുതൽ CBSE പഠിച്ചത്. അപ്പോൾ LKG മുതൽ CBSE പഠിക്കുമ്പോൾ അവിടെ ചെറുതിലേ മുതൽ, അതായത് 1ാം ക്ലാസ് മുതൽ നമ്മൾ ഹിന്ദി പഠിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു ഇതാണ്. ഓക്കെ, നമുക്കൊക്കെ 5ാം ക്ലാസ്, ഈ നമ്മുടെ സ്റ്റേറ്റ് പിള്ളേർക്ക് എപ്പോഴാണ് 5ാം ക്ലാസ്സിലെ ഹിന്ദി തുടങ്ങുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഇതുണ്ട്, കുറച്ചുകൂടി സാവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി നിങ്ങൾക്ക് പഠിക്കാൻ പാടാണ്. ഓക്കെ, പാടല്ലാതെ ഞാൻ പറയുന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടുള്ളതാണ്. ഞാൻ സ്റ്റേറ്റ് പിള്ളേരെ കളിയാക്കണമല്ല കേട്ടോ. നിങ്ങൾ CBSEയിൽ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ഇപ്പോൾ ഈ കുനിപ്പ് ഇല്ലെങ്കിൽ, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സാധനത്തിന് ഇങ്ങനെ ഇടാം. ഇതില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടാം. ഇനി ഈ കുനിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ, ഈ കുനിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ഇങ്ങനെ ഇടാൻ പാടില്ല. ഇങ്ങോട്ട് ഇടുക. ഓക്കെ, എന്തിടാ? ഇങ്ങനെ ഇടുക, ഇങ്ങോട്ട് ഇടുക. ഈ ഇടയ്ക്കിടയ്ക്ക് എവിടേക്ക് തട്ടുന്നു. ഓക്കെ, ഇങ്ങോട്ട് ഇത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരും, ഇതില്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ട് പോകും. അങ്ങനെ ഇത് വെച്ചിരുന്നത് കണ്ടോ? ഇവിടെ കൊമ്പില്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി, ഇവിടെ കൊമ്പ് ഇങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, സെറ്റല്ലേ? ഇത് ഞാൻ കുറച്ച് ഇതായിട്ട് പറയാം.
ഇനി നമുക്ക് ഇതിലൂടെ കായ എടുക്കാം. നമ്മളെപ്പോഴും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് മാത്രകൾ ചേർക്കുന്നത്. ഇവിടെ ഒരു കായ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്തത് എഴുതണം ഊ ആണ്. ഊയുടെ ചിഹ്നം എപ്പോഴും ഊ ആണെങ്കിൽ എപ്പോഴും താഴെയാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ ചിഹ്നം വരിക. എപ്പോഴും താഴെയാണ് എഴുതേണ്ടത്. ഈ ഊടെ ചിഹ്നം ഓർത്ത് വെക്കാൻ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊവിൻ്റെ ഇത്ര എടുക്കുക. ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ചിഹ്നം. ഇതിൻ്റെ പകുതിയോളം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ചിഹ്നം കണ്ട. അപ്പോൾ അതെങ്ങനെയാണ് ഒരു വ്യഞ്ജനാക്ഷരത്തിൽ പ്രയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കായുടെ താഴെ ഈ ഒരു ഇത് കണ്ടോ, അവിടെ കൊണ്ട് ഈ ഊവിൻ്റെ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അതിനെ വായിക്കുന്നതാണ് കു. അതിനെ വായിക്കുന്നത് എന്താണ്? കു. അപ്പോൾ ഇനി നമ്മൾ ഊവിൻ്റെ ചിഹ്നം നോക്കണം. ഊവിൻ്റെ ചിഹ്നം നോക്കുമ്പോൾ അത് ഇങ്ങനെ വരും. അതും താഴത്താണ് വരുന്നത്. ഊവിൻ്റെ ചിഹ്നങ്ങളെപ്പോഴും താഴത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും? കൂ. അതിനെ എന്ത് വിളിക്കും? കൂ. ഓ, കൂന്ന് വിളിച്ചപ്പോലെ കാക്ക കിടന്ന് കരയും. എന്തല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റ് എന്നുള്ളൊരിതാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഋവിൻ്റെ. ഋവും എവിടെയാണ്? താഴെ എഴുതുന്നത്. താഴെ എഴുതുന്ന ടൈപ്പാണ്. താഴെ എഴുതുന്ന ടൈപ്പാണ്. ഓക്കെ, ഇപ്പോൾ റ് എങ്ങനെ എഴുതണം? ഇങ്ങനെയാണ് കേട്ടോ എഴുതണം. റ് എപ്പോഴും ഞാൻ നേരത്തെ ഊ എഴുതുമ്പോൾ ഉള്ള ഇത് നോക്കാൻ പറഞ്ഞില്ല. അതേപോലെ തന്നെ റ് നോക്കുമ്പോൾ അതെ ഇത്ര എടുക്കുക. ഇതാണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ ഊ ഇങ്ങടാണെങ്കിൽ റ് ഇങ്ങടാണ്. ഓക്കെ, റ് ഇങ്ങനെയാണ്. ഇതിനെന്ന് പറഞ്ഞൊരു ചിഹ്നമുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഇങ്ങനെയാണോ എന്നെ നമ്മളെ ഇവിടെ അടുത്ത കായ എന്ത് ചെയ്യും? ഇവിടെ കായ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ എന്താ പറയും? റ് എന്ന്, കൃ എന്ന് വായിക്കും അതിനെ. ഇനി നമ്മൾ എ എടുക്കുകയാണ്. എ എടുക്കുമ്പോൾ ഇതിനെ നമ്മൾ എ എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, ഇതിടുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും മേളിലായിട്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദി അക്ഷരത്തിൻ്റെ തലയായിട്ടുള്ള ഈ തലയാണ്. അപ്പോൾ ആ കെ എപ്പോഴും മേളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അതെപ്പോഴും മേളിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? കെ എന്ന് എഴുതും. ഇവിടെ എന്ത് എഴുതും? കെ എന്ന് എഴുതും. സെറ്റല്ലേ? ഇനി ഈ അക്ഷരത്തിൻ്റെ ഇത് എ അല്ല ഐ ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഇത് വരും. ഓക്കെ അല്ലേ? അക്ഷരങ്ങൾ നോക്കട്ടെ. ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്ലൈഡാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഗ്രൂപ്പുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ അല്ല ഇങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതണേ. ഇനിയിപ്പോൾ ഞാൻ തന്നെ എഴുതിയപ്പോൾ ഞാൻ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ആയിരിക്കും സ്ലൈഡ് നന്നാക്കണേ. ഇതൊക്കെ നമ്മൾ എഴുതി പഠിപ്പിക്കണല്ലേ. ഓക്കെ, അപ്പോൾ ഐ എങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരും? ഇവിടെ ഒരു ഇതും കൂടിയും വരും. അപ്പോൾ എന്താവും? അത് കയ്യാവും. എന്നുള്ളത് മേളിൽ ഐയുടെ ചിഹ്നം ഇടുമ്പോൾ കയ്യെന്നാവും. ഓക്കെ, ഇനി നമ്മൾ ഓയുടെ ഇതിടാണ്. ഓയുടെ ഇടുമ്പോൾ ഓയുടെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീ ഇട്ടിട്ട് മേളിലേക്ക് ഒരു കൊമ്പിടുക. അതിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ ഇടും. കോയായി. എന്തായി? കോയായി. അത് കോയായി. ഇനി കൗന്ന് എങ്ങനെ എഴുതണേ? രണ്ട് ഇതിടുമ്പോൾ ഇവിടെ എന്ത് വരും? എന്നല്ല കേട്ടോ, കൗ. ഔ. ഇവിടെ രണ്ടെണ്ണം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ രണ്ടെണ്ണവും. അപ്പോൾ എന്താവും? അത് കൗന്നാവും. അതെന്താവും? കൗന്നാവും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എന്താണ്? മേളിലാണ്. ഇവിടെ എന്താണ്? അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു കുനിപ്പ്.
മേളിലായിട്ടാണ് കേട്ടോ വരിക. അത് മേളിലായിട്ടാണ് വരിക. അത് എവിടെയായിട്ടാണ് വരിക? മേളിലായിട്ടാണ്. അമ്മേൻ്റെത് എപ്പോഴും മേളിലായിട്ടാണ്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെയാണ് അത് എഴുതണം. അത് ആന്ന് വരും. അതിൻ്റെ ചിഹ്നം ഇങ്ങനെ 2 കുത്താണ്. അതെങ്ങനെ വരും? അത് സൈഡിലായിട്ട് വരും ഇങ്ങനെ. ഖ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചില്ലേ? ഖ ഖ ഇങ്ങനെ ക ക കി കി കു കു അങ്ങനെ നമ്മൾ ഇട്ട് പഠിക്കും. ഇനി അതിങ്ങനെ എഴുതി പഠിക്കാം. അതങ്ങനെ നമുക്ക് എഴുതി പഠിക്കാം. ഓക്കെ. ഈ സ്ലൈഡ് നമ്മൾ വാട്സപ്പ് ചാനലിലുണ്ടാവും കേട്ടോ. നമ്മുടെ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിലാണ്. വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതിൻ്റെ നോട്ട്സ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു നോട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും. പിന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളൊന്ന് ഒരു ഉറപ്പ് വരുത്തുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നോട്ടിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയ നോട്ട്, അതപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതി വൃത്തികേടാക്കിയ നോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെയുണ്ട്. ഇനി ചിലപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ എഴുതിയ നോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് ആവശ്യമുണ്ട്. ഇതേപോലെ എഴുതിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് വെറുതെ ഇതേപോലെ കുത്തി വരച്ചിട്ടുള്ള നോട്ടുകളൊന്നും നിങ്ങൾക്ക് ആവില്ല. കാരണം ഇങ്ങനെ കുത്തി വരച്ചിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെയാണ് കുത്തി വരച്ചെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കുത്തി വരച്ചെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. ഓക്കെ. നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് എന്നിട്ടൊരു ഉപകാരമില്ല. അപ്പോൾ ഇതേപോലെ എഴുതിയ നോട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്. കാരണം അത് ഞാൻ എഴുതി പഠിപ്പിച്ച നോട്ടുകൾ. ഓക്കെ. ഞാൻ എഴുതി പഠിപ്പിച്ച നോട്ടുകളായതുകൊണ്ട് നിങ്ങൾക്കത് ആവശ്യമുണ്ട്. ഓക്കെ. സെറ്റാണെങ്കിൽ ഒരു സെറ്റിമ സ എന്നുള്ളൊരു വാചകം ഒന്നിട്ടേ. അല്ല വേണ്ട, നമുക്കൊരു ഫയർ ഇമോജി ഇട്. ഫയർ എനിക്ക് ഫയർ വരയ്ക്കാനറിയില്ല. ഓക്കെ. നിങ്ങളൊരു ഫയർ ഇമോജി ഇട്ടാടാ പെട്ടെന്ന്. കായ്ക്ക നമ്മൾ കായിൽ നമ്മുടെ മാത്രകൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ എഴുതുക? ആദ്യം നമ്മൾ കാന്ന് മാത്രം എഴുതുക. അത് കഴിഞ്ഞിട്ട് കായ്ക്ക് ആയുടെ ചിഹ്നം ചേർത്തു. എന്തായി? കായ. ഇനി കായ്ക്ക് ഈയുടെ ചിഹ്നം ചേർക്കുമ്പോൾ അതെന്താവും? കീയാവും. കായ്ക്ക് ഈയുടെ ചിഹ്നം ചേർക്കുമ്പോൾ അത് കീയെന്നാവും. അടുത്തത് ഇനി എന്താണ്? ഏത് ചിഹ്നമാണ്? കായ്ക്ക് ഊടെ ചിഹ്നം ചേർക്കാണ്. കൂന്നായി. ഇതിന് ഊടെ ചിഹ്നം ചേർക്കുമ്പോൾ കൂന്ന് വിളിക്കും. കൂവെന്നാവും. അടുത്തത് എന്താണ്? കൃ എന്ന് പറയും. അടുത്തത് കെ എന്ന ഇതാണ്. ഏടെ ചിഹ്നം ചേർക്കുമ്പോൾ അത് എന്താവും? കെ ആവും. അടുത്തത് ഐയുടെ ചിഹ്നം ചേർക്കുമ്പോൾ അത് കയ്യാവും. കോയുടെ ചിഹ്നം ചേർക്കുമ്പോൾ അത് കോയാവും. കൗവിൻ്റെ ചിഹ്നം ചേർക്കുമ്പോൾ അത് കൗവാവും. അല്ല, ഔടെ ചിഹ്നം ചേർക്കുമ്പോൾ അത് കൗവാവും. പിന്നെന്താ അടുത്തത് അമ്മ. കമ്മും ഖ എന്ന് വരും. അപ്പോൾ ഇത് ഏതിൻ്റെ ചിഹ്നങ്ങളോട് ചേർത്താമെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് എഴുതി കാണിച്ചത്. ഈ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? ആയുടെ ചിഹ്നമായിരിക്കും. ഇത് ഈയുടെ ചിഹ്നമാണ്. ഇത് ഈയുടെ ചിഹ്നമാണ്. ഇത് ഊടെ ചിഹ്നമാണ്. ഇത് ഊടെ ചിഹ്നമാണ്. ഇതെന്തിൻ്റെ ചിഹ്നമാണ്? ഇത് റുവിൻ്റെ ചിഹ്നമാണ്. ഇത്
എയുടെ ചിഹ്നമാണ്. ഇത് ഐൻ്റെ ചിഹ്നമാണ്. ഇത് എന്തിൻ്റെ ചിഹ്നം? ഇത് ഓയുടെ ചിഹ്നമാണ്. ഇത് ഔൻ്റെ ചിഹ്നമാണ്. ഇത് അമ്മിൻ്റെ ചിഹ്നമാണ്. ഇത് ആയുടെ ചിഹ്നമാണ്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ കാ വെച്ചിട്ടുള്ള മാത്രകൾ പഠിച്ചു. കാ എന്ന മാത്രകളെ നമ്മൾ കായുടെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വരാക്ഷരങ്ങളുടെ മാത്രകളാണ്. അത് എപ്പോഴും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയാണ് ചേർക്കാൻ പറ്റുകയുള്ളൂ. അല്ലേ? ഇനി നമ്മൾ ഒരിതും കൂടി നോക്കിയിട്ട് നമ്മുടെ ഇത് നിർത്തുകയാണ്. അതിൻ്റെ ചാ വെച്ചിട്ടുള്ള മാത്രകൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? അല്ല വേണ്ട, ഇപ്പോൾ നമ്മൾ കായലെടുത്ത്, അപ്പോൾ ഗായ വെച്ചിട്ട് ഖ അത് വെച്ചിട്ട് നമ്മൾ മാത്രകൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് വെച്ചിട്ട് നമ്മൾ മാത്രകൾ ചേർത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. ആദ്യം നമ്മൾ ഖ എന്ന് മാത്രം എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഗ ഖ ഖ, അത് കഴിഞ്ഞാൽ ഖി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഖു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂ, അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും? ഖൃ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രേ, കൈ, കോ, കൗ, കം, ഖ ഇങ്ങനെ അങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതാണെങ്കിൽ ഇതാ, ഈ ഉ ഓ റ് എ ഐ ഒ ഓ അം ആ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ഖായുടെയും ങായുടെയും ഇതേപോലെ മാത്രകൾ ചേർത്തിട്ടുള്ളത് എഴുതുക. എന്നിട്ട് വേണ്ട, ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നോക്കാം. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാവാം. നമുക്കതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങാതെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഗ്രാമർ ടോപ്പിക്സ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 8-ന് വേറെ ആയിരിക്കും, 9-ന് വേറെ ആയിരിക്കും, 10-ന് വേറെ ആയിരിക്കും. എന്താ ഉമ്മച്ചില്ല അപ്പോൾ പോയി. ഇടയ്ക്ക് വെച്ചിട്ട് വേറൊരു സാറ് വന്നു. ഓക്കെ, ആ ഒരു ഓഡിയോ നമ്മൾ എടുത്തുള്ള കാരണം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ ഓഡിയോ ഒന്നും നമ്മൾ എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഗ്രാമർ ടോപ്പിക്സ് ആയിരിക്കും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 8, 9, 10-നൊക്കെ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒറ്റൊരു ചാനലുള്ളൂ റീബുക്ക് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളിനി മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ റീബുക്ക് തന്നെ നമ്മൾ പല തിരുത്തിലാക്കുകയാണ്. റീബുക്ക് എഡ്യൂക്കേഷൻ ഫസ്റ്റ് ചാനൽ, റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. അത് 10-ന് മാത്രമായിട്ടാണ്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങും. അത് നമ്മൾ ഈ ജൂണിൽ തുടങ്ങും. ഇപ്പോൾ ഈ ജൂണിന് മുമ്പ് തുടങ്ങും. അതിന് മുമ്പേ ബേസിക് സീരീസൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കും ഇടണേ. അത് കഴിഞ്ഞ് നമ്മൾ ജൂലൈക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ റീബുക്ക് എഡ്യൂക്കേഷൻ 9 ഉള്ളൊരു ഇതെടുക്കുന്നുണ്ട്. റീബുക്ക് എഡ്യൂക്കേഷൻ 9 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരണം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഫോർ ഹിന്ദി ബേസ് സീരീസ്. അപ്പോൾ ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്ന അഖിൽ സാറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കഴിഞ്ഞ് AK സാറിനാണ് പലരും എന്നെ വിളിക്കാറ്. AK സാറിന് നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഹോംവർക്കൊന്നും ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ഒന്നും കൂടി പെട്ടെന്നൊന്ന് പോയിട്ട് വരാം.
നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു നമുക്ക് മലയാളത്തിലെ പോലെ തന്നെ അക്ഷരങ്ങൾ എന്താ, ആ അക്ഷരങ്ങളെ വർണ്ണം എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിലെ അക്ഷരമാല പോലെ നമുക്കുണ്ട് വർണ്ണമാല. വർണ്ണമാലയിൽ 3 ടൈപ്പിലുള്ള അക്ഷരങ്ങളാണുള്ളത്. ഫസ്റ്റത്തത് സ്വരവർണ്ണ അഥവാ സ്വരാക്ഷരങ്ങൾ, അത് 13 അക്ഷരങ്ങളാണ്. അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ, അത് 33 അക്ഷരങ്ങളാണ്. അടുത്തത് സംയുക്ത വ്യഞ്ജന അഥവാ ചില്ലക്ഷരങ്ങൾ, അത് 4 അക്ഷരങ്ങളാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് 2 അക്ഷരങ്ങളുള്ളൂ, വ്യഞ്ജനവും സ്വരവും. അതിന് നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. എന്താണ്? അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. കായ്ക്ക കായ്ക്ക ങ, ചായ്ക്ക ചായ്ക്ക ങ, ടായ്ക്ക ടായ്ക്ക ണ, തായ്ക്ക തായ്ക്ക ന, പായ്ക്ക പായ്ക്ക മ, യാ രാ ലാ വാ ഷ ഷ സ ഹ. ഇത്രയും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചില്ലക്ഷരങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു. ഷ, ത്ര, ഷ, ശ്ര എന്നിവ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മാത്രകളാണ്. മാത്രകൾ നമ്മൾ ആദ്യം മലയാളത്തിലെ മാത്രകൾ പഠിച്ചെന്നല്ല, നിങ്ങൾക്ക് അറിയാമായിരുന്നു, അത് നമ്മളൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹിന്ദിയിലെ മാത്രകൾ എഴുതി ഞാൻ പഠിപ്പിച്ചു. ഞാൻ ഇത് തൊട്ടിട്ടില്ല, ഇത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ ഇത് തൊട്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ പൂജയൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു പഠിപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഞാനത് അക്ഷരങ്ങളുടെ കൂടെ ഒന്ന് ആക്കി നോക്കി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അക്ഷരത്തിൻ്റെ കൂടെയും കൂടി ചേർത്ത് ഞാൻ ഒരു കുറച്ച് ഹോംവർക്കും കൂടി തന്നു. ഒരു 3 ഹോംവർക്കും തന്നിട്ടുണ്ട്. അതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ഒരു കാര്യം പഠിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമറാണ്. ഗ്രാമർ 10ന് ഭയങ്കര ടഫായിട്ടുള്ള ഗ്രാമറുണ്ട്, 9 കുറച്ച് ഈസി ആയിട്ടുള്ള മിഡിൽ ഗ്രാമറുണ്ട്, 8 ഭയങ്കര ഈസി ഗ്രാമറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം നിങ്ങൾക്ക് ഓരോരോ സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കും 10ന് വേറെ. ഇനി ഇതേപോലത്തെ ഒരു മെഗാ ലൈവ് കിട്ടുവാണെങ്കിൽ ഞാനതെടുക്കും. കാരണം വേറെ ചെറിയ ലൈവുകൾ എടുക്കാതെ നമുക്ക് വലിയ ലൈവുകൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഹിന്ദി ബേസ് അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ഒറ്റ പ്ലേലിസ്റ്റാണ്. മെഗാ ലൈവ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. മെഗാ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 9, 8 എന്ന ഒരു മെഗാ പ്ലേലിസ്റ്റാണ്. അതിൻ്റെ അകത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം റീബുക്ക് എഡ്യൂക്കേഷൻ. അപ്പോൾ താങ്ക് യു.